എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നും കടക്കര വീട്ടിലാണ് കേട്ടോ. കടക്കര വീട്ടിൽ നിന്ന് നമ്മൾ പോയിട്ടില്ല. അപ്പൊ ദേ ഇന്ന് ഞാനിവിടെ രാവിലെ തന്നെ ചായക്ക് കടി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സത്യമായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. ഞാൻ പുറത്ത് വീഡിയോ എടുക്കാന്ന് ഓർത്ത് 2-3 പ്രാവശ്യം വീഡിയോ എടുത്തിട്ടേ എന്തൊരൊച്ചപ്പാടാണ് ഈ കിളിയുടെ. ഭയങ്കര ഒച്ചപ്പാട്. ഞങ്ങൾ രാവിലെ കുറച്ച് സാധനം മേടിക്കാൻ പോയി വന്നപ്പോ നാഗോലി കളിക്കുന്നു. അമ്മനെ കാണാനുള്ളല്ലേ. അമ്മ അമ്പലത്തിൽ പോയേക്കണേട്ടാ. അമ്മ കുറച്ചു നേരം കഴിയുമ്പോൾ വരും. അപ്പോഴേക്ക് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. രാവിലത്തെ ചായയുടെ പരിപാടി. അപ്പം അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ ചെയ്യാറുള്ള എപ്പോഴും ചെയ്യണം പുട്ടൊക്കെ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ ഞാൻ എപ്പോഴും ചെയ്യണം ഇടിയപ്പമാണ് ഇന്ന് ഇവിടെ. ഇടിയപ്പം അങ്ങനെ ഇല്ല, ഇടിയപ്പമായി. ഇടിയപ്പമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ഇടിയപ്പം മുട്ടക്കറിയാണ് ഇന്ന് ചെയ്യാൻ പോണത്. അപ്പൊ ചെയ്ത് തുടങ്ങിക്കൊണ്ടിരിക്കണായിരുന്നു കേട്ടോ സുധപ്പ. എന്തുണ്ട് സുഖല്ലേ? അപ്പൊ അങ്ങനെ നമ്മള് നമ്മുടെ പരിപാടിയിലോട്ട് കടന്ന് കാണാൻ മുട്ട വാങ്ങിച്ചാ അപ്പൊ മുട്ടക്കറിയൊക്കെ വെക്കാം. അമ്മ വരുമ്പോഴേക്കും നമുക്ക് അമ്മക്ക് സർപ്രൈസ് ആയിട്ട് ഇടിയപ്പം മുട്ടക്കറിയും കൊടുക്കാം. ബാക്കി ഉച്ചക്കലത്തെ കറിയും കാര്യങ്ങളൊക്കെ അമ്മ ചെയ്ത് കൊടുക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഉണ്ടാക്കണ കറി കഴിക്കാനാണല്ലോ നമ്മള് വീട്ടിൽ വരുന്നത്. വേറെ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കിട്ട് എന്തെങ്കിലും കുറവ് വന്നാ അല്ലാതെ ഉണ്ടാക്കറിയാൻ പാടില്ലായിട്ടൊന്നും ഇല്ല. അമ്മയുടെ കറി കഴിക്കാനല്ലേ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിച്ചു വരുന്നത്. അതുകൊണ്ടാണ് പോയിന്റ്. അപ്പൊ നിങ്ങൾക്ക് സമയം കളയാ. നമ്മുടെ ഇടിയപ്പൊക്കെ ആയിട്ടുണ്ട്. ഇടിയപ്പം എന്തെങ്കിലും കാണിച്ചു തരാം. ഇടിയപ്പത്തിനൊക്കെ ആക്കിയിട്ടുണ്ട്. സവാള കരിഞ്ഞു തുടങ്ങി ഇവിടെ. മുട്ടക്കറിക്കുള്ളത് മുട്ട വന്നേക്കുമ്പോ ഞാൻ എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ അരക്കാനും ജ്യൂസ് അടിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ നല്ല ഒരു ജ്യൂസർ ഉണ്ടല്ലോ, അടിപൊളി ജ്യൂസറാണ്. പിന്നെ ഇടിയപ്പത്തിന് വേണ്ടി പാത്രമൊക്കെ ഞാൻ ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിൽ വെച്ചേക്കണം. ഞാൻ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ വെച്ചാലും ഞാൻ ഇവിടെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ തികയാറില്ലെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ 2 പേർക്ക് ചെയ്യണത് വെച്ച് ആ ഒരു കണക്കിൽ കുറച്ചും കൂടി കൂട്ടി വന്നാലും കഷ്ടിപുഷ്ടിയൊക്കെ ആയിരിക്കുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഇടിയപ്പത്തിൽ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി വരാതിരുന്നാൽ മതി. അപ്പം എന്തായാലും നമുക്കിനി ഇതെല്ലാം സെറ്റൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം കാണാം കേട്ടോ. ആരുമില്ല പുറകിൽ. ഇടിയപ്പവും കറിയൊക്കെ ആയിട്ടാ. ഇടിയപ്പവും കറിയൊക്കെ ആയി. കണ്ണനും സുധുവും ഒക്കെ കഴിച്ച്. അമ്മയാണെങ്കിൽ ഇത്രയും നേരമായിട്ട് വന്നിട്ടില്ല കേട്ടോ. ഇന്ന് ആയില്ല ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവുമല്ലോ അമ്പലത്തിൽ. അപ്പം ദേ പിന്നെ ഇടിയപ്പമൊക്കെ നമുക്ക് അത്യാവശ്യം ഇനി ഒരു സെറ്റും കൂടി ചുട്ടെടുക്കാനുള്ളതുണ്ട്. എല്ലാവർക്കും ഇന്ന് ലാബിഷായിട്ട് ഇടിയപ്പം ഉണ്ടാവും എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാനിന്ന്. മുട്ടക്കറിയൊക്കെ കണ്ണനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ കണ്ണനോട് വർത്താനം പറഞ്ഞിരുന്ന സമയം കൊണ്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. കണ്ണനാണെങ്കിൽ പോവുകയും ചെയ്തിട്ടാ. കണ്ണൻ ഇന്നത്തിരി നേരത്തെ പോകണമായിരുന്നു. അത് കാരണം അവൻ പോയി. അവനും സുധുവും കൂടി നല്ല ആസ്വദിച്ച് കഴിക്കണുണ്ടപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്ത സന്തോഷമായിട്ടാ. ഇനിയും സമയം കളയാനില്ല. കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ വാഷിംഗ് മെഷീനിൽ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വിരിച്ച്. എനിക്കാണെങ്കിൽ ആരെങ്കിലും വീട്ടിലില്ല, ഇപ്പം അമ്മയാണെങ്കിലും ഒന്ന് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അമ്മ വരുമ്പോഴേക്കും എല്ലാ പണിയും വേഗം കഴിച്ച് ഇരിക്കണം എന്നുള്ളൊരു മൈൻഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ദേ അടുക്കള കിടക്കണ കോലം നോക്കിയാൽ നമുക്കിപ്പം തന്നെ ശരിയാക്കാം. ഇപ്പം ഇങ്ങനെ കണ്ടിട്ടില്ല നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ അടുക്കള വൃത്തിയാവണത്. ഇത് കൈ കൊണ്ട് കാണിക്കുമ്പോൾ തന്നെ വൃത്തിയായതല്ല. ഞാൻ കഷ്ടപ്പെട്ട് പേസി കഴുകി ശരിയായതാണ് കേട്ടോ. എല്ലാം ഞാനിങ്ങനെ പാട്ട് പാടി നിന്ന് കഴുകി നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അടുക്കള എപ്പോഴും ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. ഇപ്പം എല്ലാവരും ഓർക്കോട്ടെ, തക്കൂന് ഇങ്ങനെ ഈ ചെറിയ കാര്യങ്ങളിൽ മനസ്സിന് ഇങ്ങനെ സന്തോഷം എന്താണെന്ന്. ഈ ചെറിയ കാര്യങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ എല്ലാത്തിനും സന്തോഷം കാണുന്നുണ്ടായിരിക്കാം. പിന്നെയും അമ്മ വരാതായപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി അങ്ങോട്ട് വന്നേ. 11 മണിയൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്മനെ നോക്കിയിരുന്ന് വരുമ്പോൾ എനിക്ക് നമ്മുടെ ചീത്തേക്കും. എന്തിനാണ് എന്നെ കാത്തിരുന്നത്, കഴിച്ചുകൂടായിരുന്നാന്ന് ചോദിക്കും. അപ്പം പിന്നെ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ വേഗം എറാത്തേക്ക് എടുത്തുകൊണ്ട് വന്ന് ഇരുന്ന് കഴിക്കാമെന്ന് കരുതി. അതിനുശേഷം പിന്നെ കുറച്ച് ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ ഓർത്ത് ചെമ്മീനൊക്കെ ഒന്ന് കിള്ളി സെറ്റാക്കിയൊക്കെ വെക്കാമെന്ന് കരുതി. അപ്പോഴേക്കും അമ്മ എത്തിയിട്ടില്ല. ചെമ്മീൻ കിളി പകുതി ആയപ്പോഴേക്കും അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെമ്മീൻ കിള്ളുമ്പോഴാണെങ്കിൽ എനിക്ക് പഴയ കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും കേട്ടോ. ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പണ്ട് നമ്മുടെ കൊണ്ടാട്ടത്തിലെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ചെമ്മീൻ കിള്ളണ കത്തിയാണ് കേട്ടത്. ചെമ്മീൻ കിള്ളണ കത്തിയും കൊണ്ട് നമ്മൾ ചെമ്മീൻ കിള്ളോട്ടാ. സാധാരണ ഇങ്ങനെ വെറുതെ നമ്മളിങ്ങനെ ഇതാക്കി കിള്ളണ പോലെ തന്നെ ചെമ്മീൻ ശരിക്കും താഴോട്ടാണ് തല പിടിച്ച് കിള്ളേണ്ടതെങ്കിലും ഞാൻ പണ്ട് മുതലേ നമ്മൾ ഒരുപാട് ചെമ്മീൻ പണിക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അമ്മയാണെങ്കിൽ ഒത്തിരി ഇങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ കൂടെ സഹായത്തിനൊക്കെ ആയിട്ട് ഞാനും പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ചെമ്മീൻ ശരിയാക്കുമ്പോൾ നമുക്കിങ്ങനെ പണ്ടത്തെ കുറേ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ. നമ്മൾ കൊണ്ടാട്ടത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പഴയ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഇനി വീണ്ടും ഇവിടെ പറയണില്ല.
അങ്ങനെ ദേ അമ്മ എത്തിയിട്ടുണ്ട്. അമ്മ ആകെ അവശതയായിട്ടാണ് കേട്ടോ വന്നത്, വെയിലൊക്കെ കൊണ്ട് ആകെ അവശതയാണ് വന്നത്. അപ്പം ഞാൻ ഓർത്തൊന്ന് ഒരു ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കാമെന്ന് കരുതിക്കൊണ്ട് പച്ചമാങ്ങയുടെ ജ്യൂസൊക്കെ അടിക്കാമെന്ന് കരുതി. പിന്നെ കുറച്ച് തേങ്ങ ഇങ്ങനെ തേങ്ങ അരച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക്. അതമ്മ ചെമ്മീപ്പുളി ഇട്ടിട്ട് ചെമ്മീപ്പുളി ഇട്ട് കറി വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്, ചെമ്മീനാണെങ്കിൽ ഞങ്ങൾ കുറേ നാളായിട്ട് കഴിച്ചിട്ട് ഞങ്ങൾക്കൊരു ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായ കാരണം ചെമ്മീൻ, കക്ക, ഞണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പം അതൊക്കെ ശരിയായി വന്നപ്പോൾ ഞങ്ങളൊന്ന് കഴിച്ച് നോക്കണ്ടാണ് എങ്ങനെയാണെന്ന്. കുറച്ച് അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്കും സുധുവിനും. ഇങ്ങനെ ചെമ്മീത്തിൽ ചെറിയ അലർജി ഉണ്ട്, ചാമ്പക്കയിലുണ്ട്. ചാമ്പക്കയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആകമാനം തടിച്ച് പൊന്തി വീർക്കോട്ടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അലർജി ഉണ്ടാന്ന് പറയണം കേട്ടോ. മാങ്ങ ജ്യൂസ് അത് കാരണം സുധു കഴിക്കാറില്ല കേട്ടോ. സുധുവിന് മാങ്ങ കഴിച്ചപ്പോൾ ജ്യൂസ് കഴിച്ചപ്പോൾ പണ്ടെങ്ങാനും ഇങ്ങനെ പൊന്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. ഇത് കുറച്ച് പച്ചമാങ്ങയാണ്. അപ്പോൾ പച്ചമാങ്ങ കുറച്ച് ജ്യൂസ് അടിച്ച് നോക്കാം. പുളിയൊക്കെ ഉണ്ട് അത്യാവശ്യം. അമ്മക്കൊന്ന് കൊണ്ടേ കൊടുത്തു നോക്കാം. അമ്മ പറഞ്ഞ് പുളിയാണെങ്കിൽ എനിക്ക് വേണ്ടട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായെങ്കിലും കൊടുത്തു നോക്കിയിട്ട് ഞാനും സുധുവും കൂടി വെയിറ്റ് ചെയ്തിരിക്കണേ എന്തായിരിക്കും അമ്മയുടെ എക്സ്പ്രഷൻ എന്നൊക്കെ. വീട്ടിലിങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരേ പരീക്ഷണങ്ങൾ ചെയ്ത് നോക്കി അത് ഓക്കെ ഗുഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അമ്മ അത് മുഴുവനും കുടിച്ചൊന്നുമില്ല കേട്ടോ. ബാക്കി എനിക്ക് തന്നെ തന്നു. ഞാൻ പിന്നെ സുധുവിനോട് കുടിക്കാൻ പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്താലും അങ്ങനെ വേണ്ടാന്ന് വെച്ച സാധനങ്ങളൊന്നും പിന്നെ അവൻ തൊടൂല. കാരണം പിന്നെയും വല്ല പൊന്തിയാലൊക്കെ ഒന്ന് വിചാരിച്ചിട്ട് അവൻ തൊട്ടില്ല കേട്ടോ. പിന്നെ അതേ നമ്മൾ ചോറൊക്കെ എടുത്തിട്ട് ചോറൊക്കെ കഴിച്ച് വേന്താനും ചോറൊക്കെ കഴിക്കാമെന്ന് കരുതി. നല്ല ചെമ്മിപ്പുളി ഇട്ട് വെച്ച കറിയായിരുന്നു കേട്ടോ. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് അങ്ങനത്തെ കറിയൊക്കെ കൂട്ടി ചോറിന് വയറ് നിറച്ച് ചോറൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അമ്മയുടെ ടീമിൻ്റെ കൈകൊട്ടിക്കളി മത്സരം ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ കളിച്ചില്ല. അമ്മയുടെ ടീമിൻ്റെ കൈകൊട്ടിക്കളി മത്സരം കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് കൈകൊട്ടിക്കളി കാണാൻ പോണത്. അങ്ങനെ പോവാറില്ല. അമ്മയാണെങ്കിൽ അവിടെ ദേ ഏറിൽ നിൽക്കേണ്ട. അമ്മ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കുകയായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ ദിവസം ആരോ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടിട്ട് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. അമ്മ അവർ കളിക്കുന്നുണ്ടെങ്കിലും കൂടെ അവരുടെ ഒപ്പം നിൽക്കണമായിരുന്നു കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.